സർ, CPM സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അടുത്ത വലിയൊരു ചോദ്യചിഹ്നമാണ് ആരാകും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അതൊരു നിസ്സാര ചോദ്യമല്ല. ആളുകൾ വിചാരിക്കുന്ന പോലെ വേണമെങ്കിൽ വെറുതെ അങ്ങോട്ട് ആരെങ്കിലും എടുത്തു വെക്കാം. അതുകൊണ്ടൊന്നും കൊണ്ട് കാര്യമില്ല. കാരണം അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് ഭരണം കിട്ടാവുന്ന ലെവലിൽ ഒരു പ്രതിപക്ഷമായി പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്ന ആളെ വേണം എടുത്തു വെക്കാൻ. അപ്പൊ അതില് ഒരു വലിയ പ്രശ്നമുണ്ട്. എന്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് മുഹമ്മദ് റിയാസിനെ എടുത്തു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് റിയാസ് എപ്പോഴും വളരെ കമ്പോസ്ഡ് ആയി വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ അതിനൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് ഉയർത്തി കാണിക്കപ്പെടും എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പിണറായിയുടെ ഒരു പിൻഗാമിയാണ് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കും എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് മരുമോനെ വെച്ചു എന്നുള്ള ആരോപണമായിരിക്കും വരിക. പക്ഷെ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ആക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സജി ചെറിയാനാക്കണം. സജി ചെറിയാനൊക്കെ ആക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും CPM അത് ചിലപ്പോൾ അത് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം വെച്ചാൽ സജി ചെറിയ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ജനകീയനാണ്, ഒരു MLA എന്നുള്ള ഗംഭീരാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കുന്തവും കുടച്ചക്രം പോലെയുള്ള ചില കൈവിട്ട വാക്കുകളൊക്കെ അദ്ദേഹം പറയും. അപ്പൊ അങ്ങനെ കൈവിട്ട വാക്കുകൾ പറയുമ്പോൾ അത് വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും ഭൂഷണമാവില്ല. രണ്ടാമത്തേത് വെക്കാൻ സാധ്യതയുള്ള അടുത്തയാൾ ഏറ്റവും നല്ലതാണ് ഞാൻ വെക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ KN ബാലഗോപാലാണ്. ഈ KN ബാലഗോപാലിനെ വെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല, വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളായി മാറുമ്പോൾ അത് എത്രത്തോളം ഒരു മീഡിയ മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർലി നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. മാത്രമല്ല കഷ്ടിച്ച് കരകയറി അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അപ്പൊ ആള് സൂപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എടുത്തു വെക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്തരത്തിൽ വെക്കാൻ ഇപ്പോൾ CPM വേറെ ആൾക്കാരില്ല. ആകെ 22-23 വരെ ജയിച്ചതിൽ വേറെ ആളുകൾ സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ അല്ലെങ്കിൽ CPM ഏതെങ്കിലും കുറച്ചുകൂടി താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. പക്ഷെ അത് CPM സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഒരാളെയാണ് വെക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളെയാണ് വെക്കാൻ സാധ്യതയുള്ളത്. അത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ആളുകൾ മുഴുവൻ തോറ്റു. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഈ 2-3 പേരെ എന്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരിടത്തിൽ തെരഞ്ഞെടുക്കാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കഴിഞ്ഞ് ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന ഒരാളാകണം. മനസ്സിലായോ? അല്ലെങ്കിൽ പോട്ടെ, ഈ 5 കൊല്ലം ഗവൺമെന്റിനെതിരെ വലിയ സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ നടത്താൻ പറ്റുന്ന, വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന, അതിന്റെ ഓരോ സൗണ്ട് ബൈറ്റുകളും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായി മാറണം. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് അതിന് കുറച്ചുകൂടി അർഹൻ മുഹമ്മദ് റിയാസ് ആണെന്നാണ്. പക്ഷെ എന്റെ വിശ്വാസം ബാലഗോപാലിലാക്കുമെന്നുള്ളതാണ്. കാരണം പാർട്ടിയിൽ ഒരു കീഴ്വഴക്കം അനുസരിച്ചിട്ട്, കാരണം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ബാലഗോപാലിലാക്കിയില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റിയാസിനെ തന്നെ ആക്കുമ്പോൾ മറ്റു പല ആരോപണങ്ങളൊക്കെ ഉണ്ടായേക്കാം. മുഹമ്മദ് റിയാസ് ആണെങ്കിലും പക്ഷെ ഞാൻ വിചാരിക്കുന്നതിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം കുറച്ചുകൂടി കാമാൻ ക്വയറ്റായിട്ടും എന്നാൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും പറയാതെ വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അതിൽ സജി ചെറിയാന്റെ സാധ്യതകൾ കുറവാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പാർട്ടി അങ്ങനെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടല്ലോ. EP ജയരാജനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയില്ല. കാരണം EP ജയരാജനെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തത് നമുക്ക് ഒറ്റടിക്ക് പറയാം EP തഴഞ്ഞതാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറയാം. പക്ഷെ EP അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അദ്ദേഹം അനാവശ്യ വിവാദങ്ങളിൽ കൊടുക്കുന്ന, ചിലപ്പോൾ വെറുതെ എന്തെങ്കിലും കമന്റുകൾ പറഞ്ഞു പോകുന്ന, നിരവധി അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്ന കുഴപ്പങ്ങൾ ഉണ്ട്. ഏതാണ്ട് കെ സുധാകരനൊക്കെ തന്നെ KPC പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കുഴപ്പങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, ചാടിയിരുന്നു. അപ്പൊ അതുപോലെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആകെ ദുർബലമായിട്ടുള്ള സ്വതവേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്ന CPM സംബന്ധിച്ചോളം ഇനി അതുപോലെ ഒരു പരീക്ഷ കൂടി നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. പക്ഷെ CPM സംബന്ധിച്ച് വേറെ ആളില്ല. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ല സോഴ്സ് കണ്ടുപിടിക്കുക. ആ സോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന മുഹമ്മദ് റിയാസിനെ വെച്ചാൽ പോലും വലിയ പ്രശ്നമൊന്നും, പ്രതിപക്ഷ നേതാവല്ലേ, അല്ലാതെ ഭരണപക്ഷത്തല്ലോ. പക്ഷെ അതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാനുള്ള പദ്ധതിയാണ്, അല്ലെങ്കിൽ പിണറായിയുടെ പിൻഗാമിയായിട്ട് തന്നെയാണ് എന്ന് പറയുന്ന ഒരു ആരോപണങ്ങൾക്കൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതും ഞാൻ പറയുന്നത് CPM അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പൊ ഷൈല ടീച്ചർ ജയിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മത്സരിച്ചതിൽ കുറെ കൂടി വലിയ നേതാക്കന്മാർ ആരെങ്കിലും ഒക്കെ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം
ഉണ്ടാവില്ല. ഇപ്പൊ പി രാജു ജയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതുപോലും CPM-നെ സംബന്ധിച്ച് അടപടലം തകർന്നു പോയതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് വലിയ തകർച്ചയാണ്. പിന്നെ CPM-ന് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി പറയാം. ഞാനിപ്പോ CPM-നെ ഈ സന്ദർഭത്തിൽ കളിയാക്കല്ല, സത്യത്തിൽ ഇവരും കൂടി തോറ്റാനെ. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു പോയൊരു കാര്യം, ഞാനിപ്പോ ഇന്നലെയും ഞാൻ താങ്കളോട് പറഞ്ഞു, കണക്കുകൾ നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ജയിച്ചേക്കണം. ഇപ്പൊ C. രവീന്ദ്രനാഥ് ജയിച്ചേക്കണം 123 വോട്ടിന്. അപ്പൊ അതുപോലെ 1000 വോട്ട് 1500 വോട്ടിനൊക്കെയാണ് ജയിച്ചേക്കണം. അപ്പൊ വളരെ സാധാ. പിന്നെ അതും മട്ടന്നൂര്. ഞാൻ എപ്പോഴും എന്റെ പ്രേക്ഷകരോട് സത്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ടിവിയുടെ സർവേയിൽ പിണറായി വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു അതൊരു സർവേ അല്ല. കാരണം അത് ഇഷ്ടമുള്ളവൻ അങ്ങോട്ട് നിന്ന് വോട്ട് ചെയ്യുന്നതാണ്. അത് ഉറപ്പായിട്ടും പിയർ വർക്ക് അല്ല, പിയർ വർക്ക് അതിപ്പോ ഇഷ്ടമുള്ളവർക്ക് അങ്ങോട്ട് നിന്ന് വോട്ട് ചെയ്യും. അപ്പൊ ഒരു MLA-ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയം എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാൻ പാടുള്ളത് കൊണ്ട് അവനത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അസംബന്ധമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്, ഇത് CPM അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് CPM അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധിയാണിത്. ആരെയാണ് പ്രതിപക്ഷ നേതാവ്? കാരണം പ്രതിപക്ഷ നേതാവിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒന്ന് ഗവൺമെന്റ് പരിപാടികൾക്ക്, രണ്ടാമത്തത് അദ്ദേഹം വിളിക്കുന്ന മാധ്യമ ഈ പറഞ്ഞ പോലെ പത്രസമ്മേളനങ്ങൾക്ക്, മാധ്യമ സമ്മേളനങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന സൗണ്ട് ബൈറ്റുകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉള്ളതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ അടുത്ത 5 കൊല്ലത്തേക്ക് CPM-ന് തിരിച്ചു കൊണ്ടുവരേണ്ടതിന്റെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ സാധാരണ നിരവധി ചർച്ചകളൊക്കെ ഞാൻ കണ്ടു, വെറുതെ ഇരുന്നിട്ട് ഇയാളാകും അന്നാകും, അതൊന്നുമല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ VD സതീശനെ പോലെ ഒരാളെ ഇവിടെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചത് കോൺഗ്രസിന്റെ വലിയ ബുദ്ധിയാണ്. ആ വലിയ ബുദ്ധിയിൽ നിന്ന് PD സതീശൻ 2021 എന്തൊക്കെയാണ് വലിയ നേട്ടങ്ങൾ പിണറായി വിജയൻ ഉണ്ടായത് എന്ന് കണ്ടെത്തുകയും അത് ഓരോന്നോരോന്നായി തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുകയും അതിനു മുമ്പ് 1.5 കൊല്ലം മുമ്പ് ആശാസമരം ഉണ്ടാവുകയും ചെയ്തപ്പോഴുള്ള പ്രചരണം തുടങ്ങുകയും ചെയ്ത പോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം ഉണ്ട്. അപ്പൊ അതിൽ ഇദ്ദേഹം കൊടുക്കുന്ന അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ സജീഷന് പറ്റിയുണ്ട്. ചില ബൈറ്റുകൾ തെറ്റിപ്പോയിട്ടുണ്ട്, കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവര് വളരെ ഓർഗനൈസ്ഡായി ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ K. മുരളീധരൻ രാവിലെ 7 മണിക്ക് വന്ന് ബൈറ്റ് കൊടുക്കും. അപ്പൊ അതൊരു വാർത്തയായി. അന്ന് ഒരു 11 മണിക്ക്. അത് കഴിഞ്ഞ് അടുത്ത നേതാക്കന്മാർ വന്ന് ബൈറ്റ് കൊടുക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ബൈറ്റ് കൊടുത്തുകൊണ്ട് ലൈവാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളും കൂടി ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഒരു M. സ്വരാജിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഇവൻ P. രാജീവ് ആണെങ്കിലും KN ബാലഗോപാലൊക്കെ ഫിറ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നേച്ചർ അങ്ങനെയാണ്. ഞാൻ പണ്ട് SFയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ബാലഗോപാലിന് ഒരു ഓഡ് 1 ഔട്ടായിട്ട് നമുക്ക് തോന്നും. എന്താണെന്നറിയോ, ഇത് അന്നേരം ഇദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടാണ്. പക്ഷെ ഇദ്ദേഹം വന്നേക്കൂടെ ഒരു പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കണം. അപ്പൊ തന്നെ നമുക്കൊരു ഈ കൂട്ടത്തിൽ നിൽക്കാത്ത ഒരാളായി തോന്നും, ഫീൽ ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണവും പ്രസംഗവും ആളുകളോട് പെരുമാറ്റവും ഒക്കെ വളരെ വളരെ മൈൽഡാണ്. അല്ല, അതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ആരെങ്കിലും ഇപ്പൊ M. സ്വരാജോ P. രാജീവൊന്നും ആകലോ ഒന്നും നടക്കില്ല. എന്തൊക്കെയാണ് അർജുൻ ഈ പറയുന്നത്? താങ്കളൊക്കെ ഒരു പാർട്ടിയെ തന്നെ വഴിതെറ്റിച്ച് കിടക്കും. താങ്കളെ എനിക്കറിയാം മറ്റു പല പാർട്ടികളോട് അനുഭവമുണ്ട്, ഒരുപാട് വഴിതെറ്റിക്കുന്നത്. അതായത് ഇനി CPM എന്ത് ചെയ്യും? ആരെങ്കിലും രാജിവെപ്പിച്ചിട്ട് ജയിപ്പിച്ചെടുക്കാന്നാ. ഇപ്പൊ തന്നെ ജയിച്ചേക്കണ കട്ടിച്ചാണ്. ഇനിയിപ്പോ ആരെങ്കിലും രാജിവെപ്പിച്ച് അവിടെ ജയിപ്പിച്ചെടുക്കാന്നൊക്കെ പറയുന്നത് എന്നുള്ള കാര്യമല്ല. വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇപ്പൊ 123 വോട്ട് ജയിച്ചിട്ടുള്ള C. രവീന്ദ്രൻ അവരോട് രാജിവെച്ചുകൊണ്ട് വേറെ നടക്കുന്ന കാര്യമല്ല അതും. അപ്പൊ അതുകൊണ്ട് CPM എത്തിപ്പെട്ടിട്ടുള്ളത് വലിയൊരു പ്രതിസന്ധിയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ തീരുമാനം പോലും വളരെ 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 സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനം. സത്യം പറഞ്ഞ ഇപ്പൊ മാവേലിക്കരയിലൊക്കെ വഴിച്ച് അരുൺകുമാറിനാക്കിയ പോലും ഞാൻ പറഞ്ഞ തെറ്റില്ല. പക്ഷെ അതുപോലും വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. കാരണം അത് എടുത്തില്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ പരിപാടി ചെയ്യേണ്ട, അതിന് ലീഡ് ചെയ്യേണ്ട ഒരാൾ കൂടിയാണ്. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ CPM എപ്പോഴും ഉണ്ട്, പാർട്ടി സംഘടനയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും ഇയാളുടെ നടപ്പും ഇയാളുടെ എടുപ്പും ഇയാളുടെ വിസിബിലിറ്റിയും ആയിരിക്കും പാർട്ടി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുക. അല്ലെ, നാളെ ഇപ്പൊ ഒരു MLA പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല ഒരു പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് പറയുന്നു. അതിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരാള് ഞാൻ വിചാരിക്കുന്നത് മുഹമ്മദ് റിയാസ് ആയിരിക്കും. ഇനി മുഹമ്മദ് റിയാസ് വന്ന വേറൊരു ഗുണം കൂടിയുണ്ട്, അത് പറയാതെ ഇവിടെ പോകരുത്. മുഹമ്മദ് റിയാസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തവണയുള്ള ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാവും. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്ക് മഹാഭൂരിപക്ഷം ജനത്തിന് മനസ്സിലാവും ഇത് ഈ ഭരണം കൊണ്ട് വലിയ തലവേദനയല്ലോ എന്ന് തോന്നും.
മനസ്സിലായോ? തോന്നാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈവൻ വി ഡി സതീശനാണെങ്കിൽ അതൊരു പരിധി വരെ പിടിച്ചു നിർത്തോട്ടെ. കാരണം വി ഡി സതീശനെ അറിയാം കൃത്യമായിട്ട് എവിടെ ഹിറ്റ് ചെയ്യണം എവിടെ ഹിറ്റ് ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ട് വി ഡി സതീശനാണെങ്കിൽ ഈ ഭരണത്തിന്റെ ഒരു ഇമേജ് ചിലപ്പോൾ ബിൽഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പക്ഷേ വി ഡി സതീശൻ എത്ര ശ്രമിച്ചാൽ പോലും കൈ നിൽക്കാത്ത മന്ത്രിമാരായിരിക്കും ചുറ്റുമുള്ളത്. അതുകൊണ്ട് വലിയ അഴിമതിയും ആരോപണങ്ങളും വലിയ അതീവ പ്രശ്നങ്ങളും ആയിരിക്കും കാണാനിരിക്കുക. അവിടെ ഉറപ്പായിട്ടും ഒരു ഓപ്പോസിഷൻ ലീഡർ എന്ത് നിലപാടെടുക്കുന്നു, എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു, ആക്രമിക്കുന്നു എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ഒരു വാക്ക് പോലും കൂടിപ്പോകാതിരിക്കുകയും കുറയാതിരിക്കുകയും വേണം. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് മുഹമ്മദ് റിയാസിനായിരിക്കും. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇനി ഈ കൺസോൾട്ടേഷൻ ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ കൺസോൾട്ടേഷൻ അടുത്തോളം നടക്കൂല. കാരണം എന്താ വെച്ചാൽ മിക്കവാറും തോന്നിട്ടുണ്ടെങ്കിൽ ഈ ഭരണം കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, പെൻഷൻ മുടങ്ങും, മറ്റേ ബാക്കിയുള്ള മുടങ്ങും. 3000 രൂപയൊക്കെ അന്ന് പെൻഷൻ വന്നേക്കണം. പക്ഷെ അപ്പോഴത്തേക്കും CPM ബാക്കി ഉണ്ടാവണമെന്നുള്ളതാണ്. അല്ല, CPM ആണ് ബാക്കി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും CPM സത്യം പറഞ്ഞാൽ ബാക്കി ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വളരെ ഭംഗിയായി ഭരിക്കുന്നത് കൊണ്ട് മിക്കവാറും CPM അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. BJP ആണെങ്കിൽ അടുത്ത തവണത്തേക്ക് ഇപ്പൊ 3 സീറ്റിൽ നിന്ന് 30 സീറ്റ് ചിലപ്പോൾ പിടിച്ചേക്കാമെന്നുണ്ടെങ്കിൽ പോലും ഒറ്റടിക്ക് 71 സീറ്റിലേക്ക് എത്തുമെന്ന ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള സാധ്യത. ആ ഡൗട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM വീണ്ടും പിടിച്ച് കയറിയേക്കാം. അങ്ങനെ കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് രാത്രി മുതലുള്ള പ്രവർത്തനം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇത് വെറുതെ ആരെങ്കിലും രാവിലെ അങ്ങനെ എടുത്തു വെച്ചാൽ മുഹമ്മദ് റിയാസിനെ എടുത്ത് വെക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ. CPMന്റെ നിലവിലുള്ള വോട്ട് ബാങ്കുകളിൽ നിന്ന് BJP കവരാൻ സാധ്യതയുള്ള വോട്ട് ബാങ്കുകൾ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ ഘടകങ്ങളും ആലോചിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ CPM ഒരു തീരുമാനം. CPMനെ സംബന്ധിച്ച് ദുഷ്കരമായിരിക്കും. ഇപ്പൊ പിണറായി വിജയന് ഹെഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈഴവ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്കുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തോട് വലിയ തോതിലുള്ള പ്രിയം ഒരു പരിധി വരെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നിട്ട് ഇതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ആ പ്രിയം കൂടി നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ ഞാൻ ഇത് കുറെ പേരൊക്കെ ഇരുന്ന് ചാനലിലൊക്കെ ഇരുന്ന് നമ്മുടെ സാറ്റലൈറ്റ് ചാനലിലൊക്കെ ഇരുന്ന് കുറെ പേരൊക്കെ ഡയലോഗ് ഇടാറുണ്ട്. അതായത് മറ്റേ ബാലഗോപാലായിരിക്കും, ചിലപ്പോൾ ഇപ്പുറത്തെ അവരായിരിക്കും എന്നൊക്കെ പറയും. അത്ര ലളിതമല്ല ഈ കാര്യം. പിന്നെ ലളിതമാണ്, വെറുതെ ആരെങ്കിലും കൊണ്ട് തീരുമാനിച്ചാൽ മതി. പിന്നെ ബാക്കി പൊടി പോലും പിന്നെ ഇപ്പൊ നാളെ രാവിലെ പാർട്ടി വിചാരിക്കണം എന്നാൽ സജി ചെറിയനാവട്ടെ, കുറച്ചുകൂടി പ്രായമുള്ള ആളാണ്, സീനിയറിലെ പോയി ആവട്ടെ എന്ന് പറഞ്ഞാൽ പരിപാടി അവിടെ കൊണ്ട് വലിയ പ്രശ്നമാണ് പിന്നെ ആരംഭിക്കാൻ പോണം. മനസ്സിലായി? അതായത് വി ഡി സതീശനെ പോലുള്ള ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ ഓപ്പോസിറ്റ് ആയി വളരെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി ആണെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവ് കൂടി ആണെങ്കിൽ അത് വലിയ വിഷയവും. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മറ്റേ നേരത്തെ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള മറ്റേ MiG-25ഉം F-35ഉം പോലുള്ള വിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലാണ് എന്നുള്ളത് CPM മനസ്സിലാക്കണം. തുറന്നിപ്പോ താങ്കളോട് പറഞ്ഞ് ഞാൻ ആരെങ്കിലും 1-2 പേരെ വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്കൊരു ഡൗട്ട്, നമ്മളെ പോലെ ആളെ വിളിച്ച് അവരെ ഉപദേശിച്ചാൽ ശരിയാവും. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാ. പക്ഷെ ഞാനിപ്പോ എന്തായാലും കാണുമ്പോ ഞാൻ പറയും. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോ പറയാം, അല്ലാതെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സംഭവം സത്യമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് UDFും കോൺഗ്രസും നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മൂവ് കഴിഞ്ഞ തവണ വി ഡി സതീശനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവാക്കിയതാണ്. അതിനു മുമ്പ് അദ്ദേഹത്തെ KPC വൈസ് പ്രസിഡന്റ് ആക്കിയതു AICC. അപ്പൊ അത്തരത്തിൽ ആക്കിയതാണ്. ആ ആക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഒരു കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് CPMനെ സംബന്ധിച്ച് അങ്ങേയറ്റം അതിനിർണായകമായിട്ടുള്ള തീരുമാനമാണ്. ഇനി ആ തീരുമാനവും കൂടി തെറ്റാണെങ്കിൽ പിന്നെ നമ്മള് മറ്റേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇനി എന്ത് ചെയ്യണ്ട, CPM നമ്മൾ നോക്കണ്ട, നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഓരോ ദിവസം അല്ലെങ്കിൽ പിന്നെ CPM ഒരാളെ ആക്കിയ ആൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഉയരണം എന്ന് പറയുന്ന അഭൂത പ്രതിഭാസമൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല. നടക്കുന്ന കാര്യം ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ വരുമ്പോഴും CPMന് ഓരോ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ KN ബാലഗോപാലിനെ എടുത്തു വെച്ചാൽ ഒരു സൈഡിൽ അദ്ദേഹം അഗ്രസീവ് ആവില്ല എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതേസമയം എന്ത് ചെയ്യും, പ്രശ്നമുണ്ട്. മുഹമ്മദ് റിയാസിനെ എടുത്തു വെച്ചാൽ വേറെ ഒന്നിനും കുഴപ്പമില്ല. അദ്ദേഹം വ്യക്തി എന്നുള്ള നിലക്ക് ഇതിനെല്ലാം ആപ്റ്റായിട്ടുള്ള ഒരാളാണ്. അഗ്രസീവ് ആകേണ്ടടുത്ത് അഗ്രസീവ് ആവുകയും എന്നാൽ ഒരു വാക്ക് പോലും കൂടുതലായി പറയാതിരിക്കുകയും ചെയ്യും. കൃത്യമായി മറുപടി പറയാൻ കെൽപ്പുള്ള ഒരാളാണ്. അതുകൊണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു ചരിത്രം കൂടിയായിരിക്കും. അച്ഛൻ മുഖ്യമന്ത്രിയും മരുമോൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഒരു അപൂർവ ചരിത്രം കൂടി നമുക്ക് ഇതൊക്കെ ജനങ്ങളുടെ ഈ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇതൊക്കെ
ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അല്ല അതല്ല, അത് ശരിയാണ്. ആ സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് ഇനി വലിയ അടിസ്ഥാനമില്ല. കാരണം പിണറായി മാറിയതുകൊണ്ട് ഇനിയിപ്പോ അടിസ്ഥാനം ഉണ്ടാവില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാതെ എല്ലാവരും കൂടി വിചാരിക്കാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിൽ പോലും ഇദ്ദേഹത്തോട് ആക്രമിച്ച് തുടങ്ങി അത് നിർത്താൻ പറ്റാതെ പോയ ഒരുപാട് സാംസ്കാരിക നായകന്മാരെ നമുക്കുണ്ട്. കാരണം ഇദ്ദേഹത്തെ മനുമോഹൻ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. പിന്നെ ഈ പി കെ ശ്യാമള മത്സരിക്കാൻ വന്ന പോലെ, പി കെ ശ്യാമള ശരിക്കും എം വി ഗോവിന്ദൻ കാണുന്നതിന് മുമ്പ്, പരിചയപ്പെടുന്നതിന് മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവര് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പക്ഷെ തുളസി വരുമ്പോ ഈ പ്രശ്നമില്ല. മനസ്സിലായി, ശ്രദ്ധിച്ചാൽ നോക്കിയില്ല. മാധ്യമങ്ങളിൽ ഇത് ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതെ ആയിക്കോട്ടെ. പക്ഷെ അവര് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ എന്ന് ആരും പറയൂല. മനസ്സിലായി, ഭാര്യയാണെന്ന് പോലും പറയൂല. ഭാര്യയല്ലേ അപ്പ, ഭാര്യയുള്ളൂ അതുപോലും മിണ്ടൂല. മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട വി കെ തുളസിയാണ് മത്സരിക്കുന്നത്. അതേസമയം മറ്റത് പറഞ്ഞാൽ എപ്പോഴും ഇത് കൂടി പറയും. എന്തത് പി കെ ശ്യാമള ഗോവിന്ദൻ മാഷ ഭാര്യ എന്ന് പറയണം. ഏത്, അതായത് ഇത് കേട്ടാ വിചാരിക്കും പി കെ ശ്യാമളക്ക് ഒറ്റ വ്യക്തിത്വം ഉള്ള ആര്, ഈ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ എന്നുള്ള വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അവര് ഇതിനു മുമ്പ് പഞ്ചായത്ത് മറ്റേ ഇതായിട്ടുണ്ട്, അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതൊന്നും മിണ്ടൂല. ആ സമയം തുളസിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അതങ്ങനെയല്ല എന്ന് പറയും. ഇന്നലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനെ ആയിരിക്കട്ടെ, അത് തോക്കുന്ന സീറ്റ് എന്ത് ചെയ്തതാണ്, പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചാണത്. എന്റെ പൊന്നു സുഹൃത്തെ, പാലക്കാട് ജയിക്കുന്ന സീറ്റ് ഉണ്ടായെങ്കിൽ അവർക്ക് കൊടുത്തേരാം. പക്ഷെ ജയിക്കുന്ന ഒരു സീറ്റ് കൂടെ എന്തില്ല, ഉണ്ടായിരുന്നില്ല. കാരണം മറ്റേ സീറ്റ് ഷാഫി റിസർവേഷൻ ആണ്. ഏത്, പാലക്കാട് ടൗണ്. അത് ഒഴിച്ചു വെച്ച് ബാക്കി വേറെ സീറ്റില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് കൊടുത്തേക്കണ. CPM അവിടെ പി കെ ശ്യാമളനെ കൊണ്ടുവന്നിട്ട് എറണാകുളം ജില്ലയെ കൊണ്ടുവന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി മത്സരിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഞാൻ ചോദിക്കണ, പി കെ ശ്യാമളയെ സംബന്ധിച്ച് ഗോവിന്ദൻ മാഷ് മാറിയപ്പോൾ ആ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ശരി, ആയിക്കോട്ടെ. അങ്ങനെ പരാതി ഉള്ളപ്പോൾ പോലും ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഒരു മര്യാദ കാണിക്കണ്ടേ. പി കെ ശ്യാമള നേരത്തെ നേതാവായിരുന്നു എന്നുള്ളത് ഒരു വാക്ക് എന്ത് ചെയ്യണ്ടേ? അത് പറയൂല, മനഃപൂർവ്വം പറയില്ല. അല്ല, അജണ്ട വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്നല്ലോ. അജണ്ട മറ്റേത് പറഞ്ഞ പോലെ തന്നെ, അതായത് മറ്റേ രാഷ്ട്രീയ ചെറ്റത്തിലെന്ന് പറഞ്ഞു നമ്മൾ രാഷ്ട്രീയ വരെ അങ്ങോട്ട് മാറ്റും, പിന്നെ തരവും അങ്ങോട്ട് മാറ്റും, ബാക്കി ചെറ്റ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തു, മനോരമയൊക്കെ ചെറ്റാന്ന് വിളിച്ചു. അപ്പൊ ബാക്കി മറ്റത് ഒറിജിനൽ സൗണ്ട് ബൈറ്റ് ആരും കേൾക്കുന്നില്ല. ആരെ കേൾക്കണ? എന്നെ പോലെ കുറെ ആളുകൾ. കാരണം ഇതിൽ എനിക്ക് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ എന്തില്ല, വിശ്വാസമില്ല. കാരണം എനിക്കറിയാം ഇതിന്റെ അകത്ത് എന്താ നടക്കണെന്ന്. ഇവരുടെ അജണ്ട മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. ഇപ്പൊ ഈ 24 ന്യൂസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാശ്മീർ താജ് ഇബ്രാഹിം അവിടെ സൂപ്പറായിട്ട് വിലസിക്കൊണ്ടിരുന്നതാണ്. ആ അസിത സഹീർ വന്നതോടുകൂടി തകർന്നടിഞ്ഞ്. കാരണം മറ്റേ ബേസ് ഒന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ വലിയ ആഴത്തിലുള്ള അറിവൊന്നും എന്തില്ല, പുള്ളിക്കില്ല, ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് നമുക്ക് തന്നെ. ഇപ്പൊ തുളസി മറ്റേ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ എന്ന് പറയാം, അത് പറയരുതെന്ന് പറയണം. അത് പറയരുത്. അങ്ങനെ ഒരു സ്ത്രീക്ക് കുറിച്ച് പറയുമ്പോൾ ഭർത്താവിന്റെ പേരിൽ അവരെന്തിനാ പറയണത്? അപ്പൊ പി കെ ശ്യാമള അത് പറയാം, കുഴപ്പമില്ല. ഇത് രണ്ടും പറയല്ലേ, നമ്മൾ എന്ത് ചെയ്യല്ലേ, നരേറ്റീവ് ബിൽഡ് ചെയ്യാണ്. മനസ്സിലായ? ആ നരേറ്റീവ് വളരെ കൃത്യമായിട്ട് ബിൽഡ്. ഇതൊക്കെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇതെന്താ വിജയിപ്പിക്കാൻ കഴിഞ്ഞു? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സുഹൃത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ 10, 25, 30 കൊല്ലമായിട്ട് മനോരമ ഗംഭീരമായിട്ട് നേരത്തെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ തിരിച്ച് താങ്കളോട് തമാശ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഓഫീസിലെ 4-5 പേര് കൂടി, ഒരു ബ്രിട്ടനിൽ UK വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെങ്കൊച്ചും, അതുപോലെ അങ്ങനെ വേറെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ 5-10 പേര് കൂടി ഞങ്ങൾ പോയേക്കണം. അപ്പൊ ഇവരെല്ലാരും പോയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. അപ്പൊ ഇവരൊക്കെ ഷെയ്ക്കും അതും ബദാം മിൽക്കും പലതും ഒക്കെ ഓർഡർ ചെയ്തു. മനസ്സിലായി? ഓർഡർ ചെയ്തതിന്റെ മിക്കവരുടെ കാര്യം എന്ന് വെച്ചാൽ ഞാനാണുള്ള കാശ് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ഉള്ളത് ഓർഡർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിലടുത്ത പ്രോൺസ് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തു. പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്ത് ബാക്കിയുള്ള എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അവനും കഴിക്കണേ, ഒരു വലിയ ഹോട്ടലാണ്. ഞാൻ പറഞ്ഞ അവന് അതിലൊന്നും തെറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കണേ, സത്യം പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ലൈം ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ UK പെങ്കൊച്ചൻ്റെ അടുത്ത് ചോദിക്കണേണ്ട, ആ ചോദ്യം കിട്ടിയ നമ്പർന്ന് പോയി, സാർ ഒരു കമ്പനിയുടെ MD ഒക്കെ ആയിട്ട് ലൈം ജ്യൂസ് ആണോ കുടിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ കുടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ മനോരമ എഴുതി. അപ്പൊ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്താണെന്നറിയാമോ, നമ്മള് വലിയ ആളുകൾ കാശുള്ളവരുമാണെങ്കിൽ ഇപ്പൊ യൂസഫ് അലി കഞ്ഞിയാ കുടിക്കണെന്ന് പറയും. കഞ്ഞി ഒരു ഭക്ഷണമാണ്, ബിരിയാണി പോലെ തന്നെ. അത് ഇഷ്ടമുള്ളവർ അതെന്ത് ചെയ്യും, കുടിക്കും. അതിനെന്താ? അപ്പൊ പക്ഷെ അത് കുടിക്കുന്നത് മാത്രമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം അയാളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ബിരിയാണി കഴിക്കണം. എല്ലാ ദിവസവും ആരെങ്കിലും ബിരിയാണി കഴിക്കും, ബോധമുള്ളവരുടെ ബിരിയാണി കഴിക്കും. ഇനി പോട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊ മനോരമയുടെ ഒരു ലേഖനമുണ്ട് പണ്ട്, താങ്കളത് ഓർക്കുണ്ടാവില്ല. VM സുധീരനും AK ആന്റണിയും കൂടി മത്സരിച്ചുള്ള ഇലക്ഷൻ ഉണ്ട്. അപ്പൊ AK ആന്റണിയും VM സുധീരനും കൂടി ഒരുമിച്ച്, ഒരാൾ MP ആയിട്ടും ഒരാൾ MLA ആയിട്ടും മത്സരിക്കുന്ന പര്യടനം നടന്നുകൊണ്ടിരിക്കുക. അന്ന് മനോരമയുടെ എഴുത്താണ്. മനോരമയുടെ എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AK ആന്റണി ഉച്ചക്ക് വീട്ടിൽ ചെന്നപ്പോ കഞ്ഞിയും അതുപോലെ തന്നെ
ചീരയും മതി രാവിലെ രാത്രി അതെന്നാണ് പറഞ്ഞതെന്നുള്ളത്. എന്താ ഇതിൽ അത്ഭുതമുള്ളത്? പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് വായിക്കുമ്പോൾ എത്ര ലളിതമായി ജീവിക്കുന്ന ആളാണ് ആന്റണി മനുഷ്യൻ എന്ന് പറയുന്നത് തോന്നലുണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നിർത്തിയിട്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതാണ്. പിറ്റേ ദിവസം മനോരമയുടെയും മാതൃഭൂമിയുടെയും എല്ലാത്തിലും വന്നേക്കണ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇദ്ദേഹം KPCC പ്രസിഡന്റിന്റെ കാർ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു, രാജിവെച്ചാൽ പിന്നെ കാർ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഏത് തൊട്ടടുത്ത് 4 കിലോമീറ്റർ വീട് വരെ വിടാനാണ്, പോയിട്ടങ്ങ് വിട്ടാൽ മതി. അത് ചെയ്തില്ല, പകരം എന്ത് ചെയ്തു, കാർ ഉപയോഗിച്ച് ഓട്ടോറിക്ഷ. അപ്പൊ എന്നോട്, ഞാനൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത് അപ്പൊ നമ്മുടെയും വിചാരം ഒന്നും ശരിയാണല്ലോ, ഇത്ര ലളിതമായിട്ടുള്ള മുഖ്യമന്ത്രി, ആദർശധീരൻ, നിഷ്ഠൻ, 1 രൂപ അഴിമതി കാണിക്കാത്തവൻ, എന്തെങ്കിലും മിണ്ടിയാൽ അപ്പൊ തന്നെ രാജിവെക്കുന്ന ഒരാളെന്നൊക്കെയാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അന്ന് എന്നോട് എന്റെ മുതിർന്ന, ഞാനന്ന് പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ വലിയൊരു മുതിർന്ന സഖാവ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, പക്ഷെ ഇതെങ്ങനെ പത്രങ്ങളിൽ വാർത്തയായതുകൊണ്ട്. അപ്പൊ ആ ചോദ്യം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. ശരിയാണ്, പത്രങ്ങളിൽ എങ്ങനെ വാർത്ത. അപ്പൊ പിന്നീട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ മുതിർന്ന ചില ആളുകൾ, മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് വിളിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞാൽ അത് AK പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് എല്ലാവരോടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളി കാർ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, ഓട്ടോറിക്ഷയിൽ പോകും. അപ്പൊ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ അതിലൊരാൾ പറഞ്ഞത്, അല്ല ഞങ്ങളുടെ ക്യാമറമാൻ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പൊ വരാനൊരു 25 മിനിറ്റ് എടുക്കില്ലാന്ന് പറഞ്ഞപ്പോ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്ന് പറയും. എല്ലാരും ആ സമയത്തിന് എത്തിയിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ വളരെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓരോ ഇമേജ് ബിൽഡിംഗ് ആണ്. ഇതൊന്നും മനസ്സിലാവില്ല, ഒരു കാലത്തും മനസ്സിലാവില്ല. ഞാൻ താങ്കളോട് ഇപ്പൊ വേറൊരു തമാശ കൂടി പറയാം. ഇപ്പൊ നാരദ ന്യൂസ് മാത്യു സാമുവൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി 14 മന്ത്രിമാര് രാജിവെച്ചു വെസ്റ്റ് ബംഗാൾ. അതിലൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട്, ഞാനിപ്പോ പേര് വിട്ടുപോയി. അപ്പൊ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് എന്തായിരുന്നു അറിയോ, മിസ്റ്റർ ക്ലീൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ്. 1 ലക്ഷം രൂപ കൈക്കൂലി മേടിക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ കാശ് ഇങ്ങനെ കൈനീട്ടി മേടിച്ചേക്കണേ. പിയൂണിനെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ചാൽ മതി, അതിനു പോലുള്ള വിശ്വാസം ഇല്ല, കാശ് മുഴുവൻ കൈനീട്ടി മേടിക്കും. പക്ഷെ അയാൾ പോലും അവിടെ മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള അഴിമതി രഹിത പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുന്നത്, അത് വളരെ വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്താണ്, കീപ്പ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ എന്ത് ചെയ്യും, നടന്നുകൊണ്ടേയിരിക്കും. അതില് കഥയൊന്നുമില്ല.